മോർണിംഗ്. ഞാൻ ഇതിൻ്റെ കീ എടുത്തത് കൊണ്ട് ഇതിൻ്റെ ലൈറ്റ് പോയി. ഇന്നലെ രാത്രി ഒരു 1:30 ആയിട്ട് ഉറങ്ങിയപ്പോൾ വർത്താനം. ഞാനും സിമിയും എന്തത് എത്തിയിട്ട് വരാം. കറണ്ട് പോവാം. ഇന്നലെ ഫുള്ളിങ്ങനെ ഇവിടെ ആക്ടിവിറ്റീസ് പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു നമ്മളുടെ. പിന്നെ രാത്രി ഞങ്ങൾ കുറച്ച് സമയം ഇതിൻ്റെ തന്നെ കോമ്പൗണ്ടിൽ ഇങ്ങനെ നടക്കാൻ പോയി. നമ്മുടെ ടീമൊന്നും നീട്ടിട്ടില്ലേ, പക്ഷെ മഴയൊന്നുമില്ല. നല്ലൊരു ഡേ ആണ്. നമ്മളുടെ റൂം ഞാൻ കാണിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അപ്പം ഞാനൊരു അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലാത്ത ഒരു കാലമായിരുന്നു എഞ്ചിനീയറിങ്. ഒന്നാമത് എനിക്ക് ആ സബ്ജക്റ്റ് പഠിച്ചെടുക്കാനുള്ളൊരു എൻ്റെ അഭിരുചിക്ക് അനുസരിച്ചൊരു സബ്ജക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഇവയൊക്കെ പിന്നെ ഇപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആവരുത് എന്നാണ് എൻ്റെ ഒരു കൺസേൺ. അതായത് അവൻ അഭിരുചിക്ക് അനുസരിച്ച് തന്നെ കണ്ടെത്തണം. ഇന്നലെ സിമി ഞാനും മെർഹബിയും ബ്രിജിയും നമ്മളെല്ലാവരും കുറേ നേരം സംസാരിച്ചു. എന്താ പറയുക, ശരിക്കും അവർ 20 years ബാക്കിലേക്ക് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. ഫോട്ടോസ് കാണുമ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോസ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവർക്കും ഇത് അടി വെച്ചു പ്രായമായി എന്നൊക്കെ. പക്ഷെ നമുക്ക് കാണുമ്പോൾ തോന്നും, പരസ്പരം കാണുമ്പോൾ നമ്മളെല്ലാവരും അയ്യോ നിങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും വ്യത്യാസമുണ്ട്. ഇന്ന് നമുക്ക് നടക്കാൻ പോവാം. ഈ ബ്ലൂ സെറീൻ ഹോട്ട് റിസോർട്ടിൻ്റെ പുറമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് എല്ലാവരും കേട്ടിക്കോ. ഷാമിൻ്റെ വണ്ടിയിലാണ് അനിലിനെ പോകുന്നത്. അനിലോ അനിലയായിരുന്നു ഞങ്ങളുടെ റപ്പായി. അതെ അതെ, എന്നാലും അവിടെ കിടക്കോ ഫേമസ് ആവുമെന്ന് വിചാരിക്കണ്ട. നല്ല കളറല്ലേ അവൻ്റെ വണ്ടി, നല്ല കളറാണ് വണ്ടി. അതിൻ്റെ അടുത്ത് തന്നെ ഷാമും അനിലയും കൂടി പോവുകയാണ് നമ്മളുടെ ടീമത്തെ. ഓച്ചി ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും വൈബ്രൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു, പഠിത്തത്തിലല്ലെന്ന് മാത്രം അല്ലേ. ഓച്ചി നമ്മളുടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു ക്ലാസ്സിലെ. യെസ്, എല്ലാവരും ചാറ്റ കൊടുക്കണേ പോകുമ്പോൾ. ഡിസംബറല്ല, ഫെബ്രുവരിയിൽ അത്ര മതി. ഓസ്ട്രേലിയയിൽ ഫെബ്രുവരിയിലാണ്. ഞാനൊരു ഫേമസ് ദീപയാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും സൈലന്റ് കില്ലർ. ഫോട്ടോ നീ ഒന്നാ ഓക്കെ, ഒരു മിനിറ്റ് അവിടെ നിന്നോ. ജെസി, what you do now? I am working as a digital transformation expert. ഇതൊക്കെ ഞാനും പഠിച്ചതാണ്. But not my choice. ജെയ്സി ആക്ച്വലി ഇവരുടെ ഗ്യാങ് ഫൗസ്മി, സോണിയ, ജെയ്സി, ഷംന, പിന്നെ ഫൗസിയ അല്ലേ, നിങ്ങൾ 5 പേര്. ഫൗസിയ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ സയൻസിൻ്റെ. അപ്പോൾ ഇവരെ ട്രെയിനിൽ നിന്നാണ് നമ്മൾ വിളിക്കുക. കാരണം ഇവർ 5 പേരും ട്രെയിനിൻ്റെ ബോഗി പോലെയാണ്, ഡിറ്റാച്ച്ഡ് ആവില്ല. ഒരു ബോഗി പുറപ്പെട്ട അടുത്ത ബോഗി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ വരും, ക്ലാസ്സിലേക്ക് വരലും പോവലും ഒക്കെ അല്ലേ. ഓൾ ഫ്രം കൊച്ചിൻ ഗേൾസ് അല്ലേ, നിങ്ങളെല്ലാം കൊച്ചിയല്ലേ? Sonia was from Kollam, but rest all are from Ernakulam. ഷംനയും സോണിയും ഇപ്പം നമ്മുടെ ഗെറ്റ് ടുഗദറിന് വന്നിട്ടില്ല. വി മിസ് യു ഓൾ.
എങ്ങനെയുണ്ട് നമ്മുടെ ഗെറ്റ് ടുഗദർ? അടിപൊളി, റിയലി. ശരിക്കും നമ്മൾ ആ 20 കൊല്ലത്തിൻ്റെ താഴേക്കൊക്കെ ചാടിപ്പോയി. അതായത് 20 കൊല്ലത്തിൻ്റെ അല്ല ഞാൻ പറയണത്, എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഇത്രയും നാള് കാണാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കാണുമ്പോൾ വി കുഡ് റീകണക്ട് വെരി ഫാസ്റ്റ്. വി ഡിൻ ടേക്ക് ടൈം ടു ഐ മീൻ ആ ലിങ്ക് നമുക്ക് ഫീൽ ചെയ്തില്ല. സോ അതാണ് എനിക്ക് തോന്നിയ വലിയ കാര്യം. ഒരു ഡിറ്റാച്ച്മെന്റ് ഒന്നും ഫീൽ ചെയ്തില്ല. പെട്ടെന്നല്ല എല്ലാവരും അതേ പഴയ തന്നെ ആയിപ്പോയി. ഇങ്ങോട്ട് പോകണം. എവിടേക്കാണ് കൊണ്ടുപോയിടാൻ? റിസോർട്ടാണിത്. ഇതാ നമ്മളുടെ UK വന്ന ആബിദ. പൊയ്ക്കോ. യെസ്. ബ്രിജി, ഇങ്ങനെയുണ്ട് ഗെറ്റ് ടുഗദർ? അടിപൊളി, വെരി നൈസ്. ആഫ്റ്റർ 20 long years. നമ്മളുടെ ടീമൊക്കെ ഇതെങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ദിസ് ഈസ് ഞങ്ങളുടെ ക്ലാസ്സിലെ വല്യേട്ടൻ എന്ന് പറയുന്നത് രാകേഷ്. എന്നിട്ട് എങ്ങനെയുണ്ട് നമ്മൾ ഗെറ്റ് ടുഗദർ? പ്രത്യേകിച്ച് നിന്നെ കണ്ടതിൽ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നു. വയ്യ. നമ്മളുടെ ഗേൾസ് വരുന്നത്. ഇതാര്? മറ്റേ ഹിറ്റ്ലർ മാധവൻകുട്ടി. ഹിറ്റ്ലർ മാധവൻകുട്ടി വിത്ത് 1 dozen ഓഫ് ഗേൾസ്. ജഷേ, ഇപ്പോഴാണ് ഹിറ്റ്ലർ മാധവൻകുട്ടി ആയത്. ഇത് ടൂർ തന്നെയാണ്. വാ വാ, കം ഫ്രണ്ട്. കുറച്ച് പേര് ഇരിക്കോ ഫ്രണ്ടില്? അല്ല, ഇങ്ങനെ ഓൾ ബോയ്സ്. PT ഉഷ. Come on. ഒരു പാട്ടൊക്കെ പാടി വാ. ഇന്ന ബോട്ടിലല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്ന ബോട്ടാണ് ഇൻ ദ ബോട്ട്. ബദറുവാണ് ഞങ്ങളുടെ കപ്പിത്താൻ. ഫെബിയും പ്രജിയും കൂടി അവിടെ ഒരു ഫോട്ടോഷൂട്ട്. ഫെബി, ഫെബി, ഫെബി ഇങ്ങോട്ട് നോക്കേ. ഹായ്. വേഗം പോ. അഖിലേഷ്, നമ്മുടെ ബോട്ടിൽ എല്ലാവരും ഇവിടെ ഫുൾ വെയിറ്റിംഗ് ആണ്. മറു സിനിത ശശികല. നല്ല മഴയാണ് ഇവിടെ. ബോട്ടിൽ കണ്ടോ, അതിൻ്റെ ഇടയിലൊരു തുരുത്തൊക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുൾ. മഴ പെയ്യുമ്പോഴാണ് ഞങ്ങളുടെ ബോട്ടിങ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ബോട്ടിങ് ചെയ്യുന്നത്? അല്ലേ, ഫസ്റ്റ് ടൈം നമ്മളെ ഒരുമിച്ച്, നമ്മളെ ഗ്യാങ് ബോട്ടിങ് ഒരുമിച്ച്. അല്ല, നമ്മള് ഹൈദരാബാദിലെ മറ്റേ ലേക്കിലെ എന്തായിരുന്നു ലേക്കിന്റെ പേര്?
ഗാർഡൻ അല്ല, അത് മറ്റേ സ്റ്റാച്യു ഒക്കെ ഉള്ള. അതെ. ഇതിന് മുന്നേ നമ്മള് ബോട്ടിൽ പോയത് എപ്പോഴാ? ഹൈദരാബാദിലെ. Which was that lake? ഹുസൈൻ സാഗർ ലേക്ക്. നമ്മൾ ഹൈദരാബാദിലാണ് ഇതിന് മുന്നേ നമ്മൾ പോയത് 20 years ago, and again we are going now. ഇതാണ് ജോയ ലുക്കാസിന്റെ പ്രൈവറ്റ് ഐലൻഡ് ആണിത്. അപ്പൊ ജോയ ലുക്കാസ് ഇതിന്റെ നടുവിൽ വാങ്ങിച്ചോ? രണ്ട് പഞ്ചായത്തിന്റെ നടുവിൽ കൂടിയാണ് നമ്മൾ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. നിയാസും ബ്രിജിയൊക്കെ കൂടി ഇന്റേണൽ മെഡിസിനെ കുറിച്ചുള്ള ഡിസ്കഷനാവും. കനോലി കനാലിലേക്ക് പ്രവേശിച്ചു. മിന്നൽ വള പാടുന്നത്, മിന്നൽ വള പാടിയിട്ട് ഇവിടെ പോയാൽ മതി. നമ്മുടെ ബോട്ടിന്റെ ഇടദേശത്താണ് പോയിട്ടിരിക്കുന്നത്. ഒരു ആയുർവേദ വില്ലാസാണ്. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും പോരാതായി നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കണ്ടൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തോടാൻ എത്തുകില്ല മാറിയാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തോടാൻ എത്തുകില്ല മാറിയാണു നീ. ശേഷം ആ പേപ്പർ ഒന്ന് വാങ്ങി നോക്കിയാൽ മതി, അത് മനസ്സിലായതേ. പക്ഷെ അപ്പം മറന്നു പോകും. എക്സാമിന്റെ അത്രയും ഓർമ്മ വരുള്ളൂ. അങ്ങനെ ലാസ്റ്റില് എപ്പോഴോ ഇതിന്റെ ഒരു എന്താ പറയാ, അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ. അതെന്താ പറയാ, അതെന്തോ ഒരു ഇതേമാതിരി പിന്നെ ഓരോരോ തീരാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കിയിരുന്നു. നമ്മള് ലാസ്റ്റ് സെമസ്റ്റർ ആയിരുന്നു, ട്രിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി പ്ലാൻ ചെയ്ത് വേണമെങ്കിൽ എല്ലാവരും 45%
കമോൺ വേഗം ഫാസ്റ്റ്. മഴ പെയ്തപ്പോൾ എല്ലാവരും ഓടി. രാജു യെസ്, ആ കുട അവിടെ നിന്ന് കുടഞ്ഞേക്ക്. അല്ലല്ല, ഇവിടുന്ന് നേരെ ഞാൻ ഫിദയുടെ കല്യാണത്തിന്, എൻ്റെ കുഞ്ഞാൻ്റിയുടെ ഫിദയുടെ കല്യാണമാണ്. ഫൗസ്മി വീട് പറയുകയാണോ? ഫൗസ്മി ഞാനും ബാംഗ്ലൂരിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഗഫൂർക്ക, നൈലാപ്പി, രണ്ടാമത്തേൻ്റെ പേരെന്താ? സയാൻ. ഓക്കെ, അതായത് ഇവളുടെ പ്രസവവും എൻ്റെ പ്രസവമൊക്കെ ഒരുമിച്ചാണ്. ഞങ്ങൾ അവിടുത്തെ ചങ്ക് ബഡീസ് ആയിരുന്നു. സിനിമയ്ക്ക് പോകുന്ന, കറങ്ങാൻ പോകുന്നതല്ലേ. സ്കാനിങ് അവർക്ക് ഓർമ്മയുണ്ടോ? സ്കാനിങ് 7 മാസത്തിൽ സ്കാനിങ് ചെയ്തു. നിനക്ക് എത്ര രൂപയായി? ഓ, എനിക്ക് 4000 രൂപയായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുള്ള് പ്രാരാബ്ദങ്ങൾ ഷെയർ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഓ, ഇറ്റ് വാസ് നൈസ് സ്റ്റേയിങ് ടുഗദർ. ഇനി ഞാൻ കല്യാണത്തിൽ പോട്ടെ കേട്ടോ. വേസ്റ്റിൽ ഇടണ്ട, കാരണം ഇവിടെ നല്ല നെയ്യപ്പാണ്. കാരണം ഇവരെ ബോയ്സിനാർക്കിൽ കഴിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ വെക്കാം, ആരെങ്കിലും കഴിച്ചോളൂ. ഓക്കെ ഫൗസ്മി, ബൈ ബൈ ബൈ, ടേക്ക് കെയർ. ഓക്കെ, കം ഔട്ട്, ഐ എം ലീവിങ്. സിമി മറു ആണ് ഈ റൂമിൽ. യെസ് എവറിബഡി, ഹായ് സൗമ്യ, ഐ എം ലീവിങ്. ഹായ് സിമി, ഐ എം ഗോയിങ് ടു മിസ് യു മൈ ഡാർലിംഗ്. ഹായ് പറ. എവിടെ മറു? എവിടെ? ഓക്കെടാ. ബാംഗ്ലൂർ. ഞങ്ങൾ ബെഞ്ച് മേറ്റ്സ് ആണ് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത്. നിന്നെ കാണില്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഒക്കെ പുള്ളിക്കാരി ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വെബ്സൈറ്റിൻ്റെ കാര്യം നോക്കണേ. ഇത് സിമി ഫ്രം കൊച്ചി. ആൻഡ് ജെയ്സി കം. ഞാൻ ഒരു പ്രാവശ്യം നിന്റെ ഇനി എനിക്ക് എത്ര ഫോളോവേഴ്സ് പോകും. ഓൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പം ഞാൻ പോട്ടെ. ഓക്കെ, എങ്ങനെയുണ്ടായി ഗെറ്റ് ടുഗദർ? ഓൾ മീറ്റിംഗ് ആഫ്റ്റർ. വരാത്തവര് ശരിക്കും മിസ് ചെയ്തു. അവരെ ഞങ്ങളും മിസ് ചെയ്തു വളരെയധികം. ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മീറ്റ് ചെയ്യാം. ബെസ്റ്റ് ടൈംസ് ഓഫ് അവർ ലൈഫ് സത്യം പറഞ്ഞാൽ ശരിക്കും. അതെ, ഞാൻ അഞ്ജലിയുടെ ഇതിൽ എഴുതിയത് താങ്ക്സ് ഫോർ ദിസ് ജൂലൈ 26th and 27th. 20 years കഴിഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. ഇത്രയും നല്ല ഒരു എൻജോയ്മെന്റ് ഫീൽ ചെയ്യുന്നതെന്ന് പറയില്ലേ. ഐ തിങ്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ത്രില്ല് ഉണ്ടാവില്ല. ഇതിപ്പോ നമുക്ക് ശരിക്കും ത്രില്ലുണ്ട്. ബിക്കോസ് ഐ തിങ്ക് ഞാനും കണ്ടിട്ടില്ല, നീയും കണ്ടിട്ടില്ല, ഐ തിങ്ക് നീയും കൂടിയിട്ടില്ല ആരും കൂടി. പക്ഷെ മറ്റുള്ളവർ കുറച്ചൊരു ബാംഗ്ലൂർ അല്ലെങ്കിൽ എറണാകുളം ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് maybe for them it's not as thrilling as us, but still thrilling തന്നെയാണ്. പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. And I really miss those people who did come. Fayaz, everybody, Ebin, Anish, Anib, Anisha, Fayu, we all miss you. ഫയു ഖത്തറിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് ദുബായി പോകാൻ കുറച്ച് ടൈം എടുക്കും. അവിടെ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ എന്തായാലും. ഇവിടെ അവിടെയല്ലേ നമുക്ക് എല്ലാവർക്കും പോവാം. ഓക്കെ, അപ്പോൾ യെസ്, ഐ എം കമ്മിങ്. ടാറ്റ, ബൈ ബൈ.